ഇറക്കിക്കൊണ്ടുവരണോ? ഇറക്കിക്കൊണ്ടുവരണം. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം. അങ്ങനെ തെറ്റ് ചെയ്ത് ബന്ധനത്തിൽ ക്യാപ്റ്റിവിറ്റിയിൽ കിടന്ന ആളുകളെ ഇറക്കിക്കൊണ്ടുവരാൻ ദൈവം തന്റെ പുത്രനെ മോചനദ്രവ്യമായി അയച്ചിരിക്കുക. അപ്പൊ നമ്മൾ അവരെ ഇറക്കിക്കൊണ്ടുവരാനായിട്ട് ചെന്നപ്പോൾ വക്കീൽ പറയാണ് അതിന് ഇത്ര ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം, കണ്ട അടയ്ക്കണം, മോചനദ്രവ്യം കൊടുക്കണം. അമ്മ പറയാണ് നിങ്ങൾ എന്റെ താലിമാല കൊണ്ടുപോയി വിറ്റ് എന്നാലെങ്കിലും എനിക്ക് എന്റെ മോനെ കിട്ടണം. പറയുമല്ലോ. അപ്പന്മാരോട് ചോദിക്കാത്തത് എനിക്കൊരു പേടിയാണ്. കാരണം അപ്പന്മാർക്കൊരു സംശയം, അവൻ കുറച്ച് ദിവസം കടന്നു പഠിക്കട്ടെ അവിടെ. ഇതാണ് പല അപ്പന്മാരും പറയാറുള്ളത്. അവൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവനൊന്ന് പഠിക്കണം. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഹൃദയം. എനിക്കതിനോട് എന്തായാലും വ്യത്യാസം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഒരു റിസ്ക്കാണ് അവിടെ ചോദിച്ചാൽ. അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി ഒരമ്മയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നു, അപ്പന് അത്രയും മനസ്സിലാവുന്നില്ല. അപ്പോൾ അപ്പനും അമ്മയല്ലാത്തവർക്ക് മനസ്സിലാകാണെങ്കിൽ അത് പരിശുദ്ധ ഗുണം തന്നെയാണ്. അതാണ് അമ്മ നിന്നെ ത്യജിച്ചാലും കർത്താവ് ത്യജിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവനീതിയിൽ ഒരു വ്യക്തി ചെയ്ത കുറ്റവും ആ കുറ്റത്തിൻ്റെ ശിക്ഷയും അവൻ്റെ മേൽ ചുമത്താതെ ദൈവം തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവനെ വെറുതെ വിടുന്നു. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് സംശയം. അതാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ നിയമമൊക്കെ ഉണ്ടായത്? എന്താ പിന്നെ നിയമമില്ലാണ്ട് എല്ലാവരും അങ്ങ് നടക്കൂല. പിന്നെ നിയമത്തിന്റെ എല്ലാ ആവശ്യം. നിയമം വന്നത് കൊണ്ടല്ലേ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ നിയമം, അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടു ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നത് നിയമത്തെ അസാധുവാക്കാനാണെന്ന് വിചാരിക്കും. വീണ്ടും എടുത്ത് പറയുകയാണ്, അതൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ പോലെയാണ്. കാരണം ഇനി വരാൻ പോണ കാര്യങ്ങളൊക്കെ ഈശോ പറയും. ഈശോ ഭാവികളോടൊപ്പം ഇങ്ങനെ അനുകമ്പയോടും സ്നേഹത്തോടും പെരുമാറെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ നിയമമൊക്കെ എന്തിനാണ്. പക്ഷെ നിയമം വേണമെന്ന് മാത്രമല്ല, ഈശോ പറയാണ് ഈ നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറില്ല. അപ്പൊ നിയമം വേണം, പക്ഷെ നിയമം എന്തിനാണ്? പാപത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കുന്നേ ഉള്ളൂ നിയമം. റോമർ 3:20 ചായ റെഡിയായിരിക്കുകയാണ്. റോമർ 3:20 പറയുകയാണ്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. പാപബോധമുണ്ടാകും. ഇതാണ് പാപമെന്ന്, സെൻസ് ഓഫ് സിൻ. പക്ഷെ ആ നിയമത്തിന് ഒരു വ്യക്തിയെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശക്തിയില്ല. പാപമോചനം നമ്മളിതിനെ മനസ്സിലാക്കിയപ്പോൾ കൃത്യമായില്ലേ? പാപം മോചിപ്പിക്കാൻ ദൈവം ആ പാപത്തെ ഏറ്റെടുത്തതിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. ദൈവം തന്നെ തന്റെ മകനെ അതിൽ പരിഹാരം ചെയ്തതിലൂടെ മാത്രമേ സാധിക്കൂ. നമ്മൾ അല്ലെങ്കിൽ യേശു എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താ യേശു എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവം രക്ഷിക്കുന്നു എന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ധ്വനിയുണ്ട്. മനുഷ്യന് ദൈവത്തെ കൂടാതെ രക്ഷിക്കപ്പെടുക സാധ്യമല്ല. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി.
അബ്രാഹമേ, സാറേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവനീതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ, വേഗം ചായ കുടിച്ചിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങും പോകുന്നില്ല. 15 മിനിറ്റ് കൊണ്ട് ചായ കുടിച്ചിട്ട് വാ. ഈ ടോപ്പിക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, വേഗം പറയാം.